ഹായ് ഹലോ എല്ലാവർക്കും ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോംബോ ഓഫറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏത് 3 പ്ലാൻസ് എടുത്താലും 150ൻ്റെ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒത്തിരി പ്ലാൻസ് ഉണ്ട്, വില കൂടിയതും വില കുറഞ്ഞതുമായിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ഓഫറിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ് റിപ്സാലിസിസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ നല്ല തൈക്ക് നമുക്ക് റേറ്റ് വരുന്ന 60 രൂപയാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്ന വയലറ്റ് ശംഖുപുഷ്പമാണ്. വയലറ്റ് ശംഖുപുഷ്പം നല്ല ഡബിൾ പെറ്റൽസ് ആയിട്ട് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വള്ളി കയറ്റി വിട്ടിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഒട്ടനവധി ഔഷധ ഗുണങ്ങളും ഉള്ളതാണ് കേട്ടോ. ഇതാണ് ശരിക്കും ഒറിജിനലായിട്ട് വരുന്ന വയലറ്റ് ശംഖുപുഷ്പം എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ഏകദേശം ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് മിക്കതിലും. അപ്പോൾ കളേഴ്സ് കൺഫേം ആയത് തന്നെയായിരിക്കും അയച്ചു തരുന്നത്. പിന്നെ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു വെറൈറ്റി ആയിരിക്കും യെല്ലോ കോട്ടൺ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി. ഇത് ഫ്ലവേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലീഫ് എല്ലാം കൊഴിഞ്ഞു പോകും. ഒരു കുഞ്ഞു പൂമരം തന്നെയാണ് ഇത് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കൊല കുത്തിയായിരിക്കും പൂക്കളുണ്ടാവുന്നത്. നല്ല മഞ്ഞ കളറായിരിക്കും. ഇലകൾ പോലും ഇല്ലാണ്ട് പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതാണ് നമ്മൾ അയച്ചു വരുന്ന പ്ലാന്റ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 140 രൂപയാണ്. ഇതാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും തരിക. അടുത്ത ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ. ഹാങ്ങിങ് പ്ലോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ബബിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഇതിൻ്റെ ജിഫി നട്ടിട്ടുള്ള തൈ ആയിരിക്കും നമ്മൾ തരുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ റൂട്ട് വന്ന തൈ ആയിരിക്കും തരുന്നത്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വൈറ്റ് പ്രഗ്രാന്തയാണ് കേട്ടോ. ഇത് നല്ല ഗന്ധമുള്ള നല്ല സ്മെല്ല് വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ നല്ലൊരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ മാത്രമേ ഉള്ളൂ. അടുത്തത് ലെഗസ്റ്റോമിയാണ് കേട്ടോ. ലെഗസ്റ്റോമിയൻ്റെ ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്ന നല്ല ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവേഴ്സ് വരുന്ന ഈ ഒരു വെറൈറ്റീൻ്റെ നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള നല്ല കട്ടിങ്സ് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു വരുന്നത്. ലെഗസ്റ്റോമിയൻ്റെ പിങ്കും വൈറ്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത ക്ലിയോഡെൻഡ്ര ആണ്. വെള്ളക്കണിക്കൊന്ന പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു സീസൺ ആയി കഴിഞ്ഞാൽ നിറച്ചും പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്. പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നതും 60 രൂപയാണ്. ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. നല്ല റൂട്ട് വന്ന തൈകളായിരിക്കും കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ലെഗസ്റ്റോമിയൻ്റെ പിങ്ക് ആണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫും നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് ലെഗസ്റ്റോമിയൻ്റെ പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത അലമാണ്ട പ്ലാന്റിൻ്റെ യെല്ലോ കളറാണ്. ഇതിൻ്റെ റെഡും വൈറ്റും അതുപോലെ തന്നെ ഡബിൾ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ വെറൈറ്റീസിനൊക്കെ 120 രൂപയാണ്. ഈ യെല്ലോ കളറിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. മിനിയേച്ചറായിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു വരുന്നത്. പിന്നീട് വരുന്ന പ്ലാന്റ് ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ തരുന്നത്. ഒരുപാട് പൂക്കൾ തരും. നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മളിപ്പോൾ നൽകുന്ന 55 രൂപയ്ക്കാണ് കേട്ടോ. ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും. ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും. ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത വാൻഡ്രിഞ്ചോൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. കട്ടിങ്സ് വഴിയാണ് വളർത്തിയെടുക്കേണ്ടത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. പിന്നീട് വന്നേക്കുന്ന ചെടിയാണ് ഗാൽഫീമിയ എന്നറിയപ്പെടുന്ന നല്ല മഞ്ഞ കളറിൽ പൂക്കൾ വരുന്നത്. ഇത് ഫ്ലവേഴ്സ് ആയ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. കുറേ എണ്ണത്തിൻ്റെ പ്ലാന്റ് സൈസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അടുത്ത ഇംഗ്ലീഷ് ഐവിയാണ്. ഇംഗ്ലീഷ് ഐവിൻ്റെ നമുക്ക് നോർമൽ ലീഫ് വരുന്നതും വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ജിഫി ബാഗ് നട്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡാമേജുകളൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും. ഇത് റെങ്കൂൺ ക്രീപ്പറിൻ്റെ സിംഗിൾ പെറ്റലായിട്ട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. നമുക്ക് മതിലിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. പിന്നീട് വരുന്ന ക്രീപ്പർ പ്ലാന്റ്സിൽ ഒത്തിരി ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന മണിമുല്ല അഥവാ നാഗമുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിങ്ങനെ വള്ളി വീശിപ്പോയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരും. ഒരു സീസണൽ പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. സ്നോറോസിൻ്റെ നല്ല പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന വെരിഗേറ്റഡ് പ്ലാന്റും അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന പ്ലാന്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്.
ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതുപോലെ 50 രൂപ തന്നെയാണ്. ജിഫി ബാഗ് നട്ടിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കവർ നട്ടിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. പിന്നീട് വരുന്ന ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ. ഗോൾഡൻ കളേഴ്സിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന കണിക്കൊന്നേൻ്റെ പൂക്കൾ പോലെ തന്നെ സാമ്യം വരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് നല്ല ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഒരുപാട് ഫ്ലവേഴ്സും തരും. ഇതിന് നമുക്ക് റേറ്റ് വരുന്ന ഒരു പ്ലാന്റിന് 70 രൂപയാണ്. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീപ്പർ പ്ലാന്റ്സിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പൂക്കൾ വരുന്ന ഈ ഒരു ഗോൾഡൻ കാസ്കേഡ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. നമുക്ക് വീടിൻ്റെ അങ്ങോട്ട് വരുന്നിടത്ത് ആർച്ച് പോലെ സെറ്റ് ചെയ്യാനും വീടിൻ്റെ സൈഡിൽ കൂടി എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടും ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിംഗിൾ പ്ലാന്റിന് 60 രൂപയാണ്. പിന്നീട് വരുന്ന കേഷ്യ എന്നറിയപ്പെടുന്ന മഞ്ഞ കളേഴ്സിൽ പൂക്കൾ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു കുറ്റിച്ചെടിയാണ്. നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരും. ഇതിൻ്റെ ലീഫിൻ്റെ ഏറ്റവും അറ്റത്തേക്കായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് കൊല കുത്തി ഉണ്ടാവുന്നത്. കുഞ്ഞു കായകളും വരുന്നതായിട്ട് കാണാം. സീഡ് വഴി നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കട്ടിങ്സ് എടുത്ത് നല്ല ബുഷായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത ഗോൾഡൻ ഗാർഡേനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയിൽ തന്നെ 3 കളേഴ്സിലായിരിക്കും പൂക്കൾ വിരിയുന്നത്. ഇതൊരു യെല്ലോ ആണ്, അടുത്ത ഒരു ഓറഞ്ച് ആണ്, പിന്നെ ഒരു ഗോൾഡൻ കളേഴ്സിലാണ്. ഇങ്ങനെ 3 കളേഴ്സിൽ പൂക്കൾ വരുന്ന ഈ ഒരു ചെടിക്ക് 80 രൂപയാണ്. അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന കൊടകൻ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ജിഫി ബാഗ് നട്ട പ്ലാന്റിന് 50 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലത്തെ ചെടിച്ചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് ഫ്ലവേഴ്സ് തരും. എല്ലാ സമയത്തും നിരന്തരം പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. സീസണൽ പ്ലാന്റ് അല്ല. ക്ലൈമറ്റും ഒരു വിഷയമല്ല കേട്ടോ. എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ്. ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. പിന്നീട് വരുന്ന പ്ലാന്റാണ് മെഡിനില്ല. മെഡിനില്ല പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയായിരിക്കും. കൊല കുത്തി വലിപ്പത്തിൽ പൂക്കൾ വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫും വലുതായിരിക്കും, ഫ്ലവേഴ്സും വലുതായിരിക്കും. അപ്പോൾ ഈ മെഡിനില്ലേൻ്റെ ഈ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള ഇതേ സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറ്റിച്ചെടികളിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലെക്ട്രാന്തസിൻ്റെ പിങ്കും അതുപോലെ തന്നെ വയലറ്റും. അപ്പോൾ ഇത് ഏറ്റവും ഭംഗി കൂടുതൽ എന്ന് പറഞ്ഞാൽ രണ്ടിനും പിങ്കും വയലറ്റും ഒരുപാട് ഫ്ലവേഴ്സായി നിൽക്കുമ്പോഴാണ് ഭംഗിയായിട്ട് വരിക. അപ്പോൾ ഇതിന് കുഞ്ഞു തൈക്ക് തന്നെ ഫ്ലവേഴ്സ് ആവും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മളൊരു പോട്ടിലൊക്കെ നട്ടു വെച്ചിട്ട് നല്ലപോലെ വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുഷായിട്ട് നിന്ന് ഒരുപാട് ഫ്ലവേഴ്സ് തരും. അപ്പോൾ ഈ ഒരു പ്ലെക്ട്രാന്തസിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ജിഫി ബാഗിൽ നട്ടത് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഏലമായിരിക്കും അല്ലേ. അപ്പോൾ ഏലത്തിൻ്റെ ഒരു തൈ ഏത് വീട്ടിലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏലത്തിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. അബ്യൂട്ടിരോൺ ക്രീപ്പർ കണ്ടിട്ടുണ്ടാവും അല്ലേ. അബ്യൂട്ടിരോൻ്റെ റെഡ് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണിത്. അപ്പോൾ അബ്യൂട്ടിരോൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 58 രൂപയാണ്. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. അടുത്ത ഹാങ്ങിങ് പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് വരുന്ന അങ്കുലാത്ത പ്ലാന്റ് ആണ്. അങ്കുലാത്തേൻ്റെ ജിഫി നട്ടിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയുള്ളൂ. ഈ കുഞ്ഞൻ തൈ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. പിന്നീട് വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ റൂബി റെഡും അതുപോലെ തന്നെ ഡാർക്ക് റെഡും ഓറഞ്ചും വൈറ്റും പിങ്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പ്ലാന്റ് എടുത്താലും ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 45 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. 45 രൂപയ്ക്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു വരുന്നത്. ഈ വരുന്ന ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റും കൂടിയാണിത്. ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള റോസ്മേരി പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. മുടി വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ റോസ്മേരീൻ്റെ ഇതേ സൈസുള്ള ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ഡേയ്സികളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയിൽ പൂക്കൾ തരുന്നതാണ് ഊട്ടി ഡേയ്സി എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്. ഇതിൻ്റെ ഈ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള അടുക്കടുക്കായിട്ട് ഇതളുകൾ വരുന്ന ഇതേ സൈസുള്ള തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 55 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം പിടിപ്പിച്ചെടുക്കാനും പറ്റും. ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഊട്ടി ഡേയ്സീൻ്റെ വൈറ്റ് അല്ലാതെ നമുക്ക് പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് 55 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്ന ഒരു ഓഫറാണ് ഡെയ്സി പ്ലാന്റിൻ്റെ നോർമൽ ആയിട്ടുള്ള പ്യുവർ വൈറ്റ് വരുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ നമുക്ക് നല്ല പോലെ വേര് വന്നിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. കൊല കുത്തിപ്പൂക്കൾ തരുന്നതാണ് ഈ നാടൻ വെറൈറ്റി. ഇതിന് നമുക്ക് വരുന്നത് 55 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ.
അടുത്ത ബൊലീവിയൻ സൺസെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഓറഞ്ച് കളേഴ്സിൽ പൂക്കൾ വരുന്ന പ്ലാന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. തുടക്കക്കാരൊക്കെ ആയിട്ട് ചെടി വളർത്തുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇതിന് റേറ്റ് വരുന്ന 50 രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഗോൾഡ് ഫിഷിൻ്റെ ഓറഞ്ചും റെഡ് കളറും 2 വെറൈറ്റീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ വെറൈറ്റിയാണ് ഈ ഒരു ഓറഞ്ച് കളറ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്ന 50 രൂപയുള്ളൂ. ഇതുപോലെ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ഇനി അതുപോലെ തന്നെ ഓറഞ്ചും അതുപോലെ തന്നെ റെഡ് കളറും കൂടി കോമ്പിനേഷൻ വരുന്ന ഒരു ഡബിൾ കളേഴ്സിൽ വരുന്ന വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫും നല്ലൊരു ഡാർക്ക് റെഡ് കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നല്ലപോലെ വേര് വന്ന തൈ ആയിരിക്കും അയച്ചു തരുന്നത്. പിന്നെ ഹൈഡ്രാഞ്ചി അറിയായിരിക്കും. മണ്ണിൻ്റെ pH അനുസരിച്ചും ക്ലൈമറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചും കളർ ചേഞ്ച് വരാവുന്ന ഒരു പ്ലാന്റാണ് ഹൈഡ്രാഞ്ചിയ. ഇത് നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് നൽകുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിലൊരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പോത്തോസ് പരിചയപ്പെടാം. ഇതാണ് ബ്രസീലിയൻ പോത്തോസ്. ഇതിൽ ഏത് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന മണി പ്ലാന്റ് എല്ലാം നമ്മൾ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത്. ഏതെടുത്താലും 50 രൂപയാണ് മണി പ്ലാന്റ്സിന്. നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മുടെ ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഈ ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റർ പ്ലാന്റിന് 55 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ഫേൺ വെറൈറ്റി പെട്ടേക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു ലീഫ് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടി നട്ടിട്ടുള്ള ഈ ഒരു ഫേണിന് നമുക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. സെയിം സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്ന ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോയാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബ്രോക്കൺ ഹാർട്ട് അഥവാ മോൺസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റും നമ്മൾ 50 രൂപയ്ക്കാണ് അയച്ചു നൽകുന്നത്. ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ടെക്കോമേൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ ഒരു പിങ്ക് ടെക്കോമയായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഉള്ളൂ. ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. നല്ല പോലത്തെ ഭംഗിയിൽ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ഇലച്ചെടികൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഈ കോളിയാസിസ് വെറൈറ്റി പെട്ടേക്കുന്ന ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. നല്ല കളർ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. കണ്ണിനൊക്കെ നല്ലപോലെ ഭംഗി തോന്നുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇനി കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. ഇതിൽ കിങ് വൈറ്റ് മൾബറിയാണ് വരുന്നത്. ഇതിന് 490 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ സാധാ മൾബറിയാണ്. ഇതിന് 50 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ കിങ് വൈറ്റ് മൾബറി ഏറ്റവും വലുതുമായിരിക്കും. നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ലൊരു വയലറ്റ് കളറിലേക്ക് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അടുത്ത് റെഡ് ലെമൺ ആണ് കേട്ടോ. നമുക്ക് പഴുക്കും തോറും മഞ്ഞ കളറിന് പകരം നല്ല ഡാർക്ക് റെഡിലേക്ക് വരുന്ന നല്ല ടേസ്റ്റുള്ള നല്ല ലെമൺ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 290 രൂപയാണ്. അടുത്തത് സ്വീറ്റ് ലൂവിയാണ് കേട്ടോ. നല്ല മധുരമുള്ള ലൂവിയാണ്. ഹൈബ്രിഡ് ആണ്. അതിന് റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ പ്ലാന്റ് സൈസ് പേഴ്സണലായിട്ട് അയച്ചു തരാൻ പറ്റും. പിന്നെ ബേബി സൺറോസിൻ്റെ നല്ല 2 വെറൈറ്റീസാണ്. ഒന്ന് നോർമലായിട്ട് ലീഫ് വരുന്നതും ഒന്ന് വെരിഗേറ്റഡ് ആയിട്ട് ലീഫ് വരുന്നതും. ഇതിൽ ഏത് വെറൈറ്റീസ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഉള്ളൂ. ബേബി സൺറോസിൻ്റെ വെറൈറ്റീസ് ഈ കാണുന്ന പ്ലാന്റ് സൈസാണ് വരുന്നത്. ജിഫി നട്ടിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. അടുത്ത ബൊഹീനിയ പ്ലാന്റ് ആണ്. 3 കളേഴ്സിൽ തന്നെ പൂക്കൾ വിരിയുന്ന 6 മാസത്തോളം വാടാതെ നിൽക്കുന്ന പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് പ്രൂൺ ചെയ്ത് ബുഷായിട്ട് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ വള്ളിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാനും പറ്റും. ഇതിൻ്റെ നമുക്ക് നല്ലപോലെ വേര് വന്നിട്ടുള്ള തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ തൈകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് 250 രൂപയാണ്. മണ്ണ് കളയാതെ ഇതേപോലെ തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ സെയിം സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ തരുന്നത്. പിന്നെ കാർഡിന ക്രീപ്പറാണ് കേട്ടോ. നമ്മുടെ വള്ളിച്ചെടിയിൽ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണ് കാർഡിന ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഐപ്പോമി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ്. ഇതൊരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 230 രൂപയാണ്. ഇതിനേക്കാളും നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. പിന്നെ ലെമൺ വൈൻ ആണ് കേട്ടോ. ലെമൺ വൈൻ പ്ലാന്റ് നല്ലപോലെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കായകൾ നമ്മൾ വൈൻ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊല കുത്തി ഫ്ലവേഴ്സ് വരുന്നൊരു പ്ലാന്റും കൂടിയാണ്. ഇത് ക്രീപ്പർ ചെടിയാണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ.
അടുത്തതായിട്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ ലീഫ് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ബ്രൗണിഷ് കളറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും കൂടി മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. സീസണൽ പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ മികച്ചതായിട്ട് നിൽക്കുന്നതാണ് ഓട്ടുമുല്ല അഥവാ ഓറഞ്ച് ട്രംപറ്റ് വൈൻ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇലച്ചെടി ആയിട്ടുള്ള ഫിറ്റോണിയ പ്ലാന്റ്സ് പരിചയപ്പെടാം. ഗ്രീൻ ആൻഡ് വൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡബിൾ കളേഴ്സിലൊക്കെ ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ ഫിറ്റോണിയ പ്ലാന്റ്സിൽ ചെറിയ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞ് ചെടിച്ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കാണുന്ന കളേഴ്സിലെല്ലാം നമുക്ക് ഫിറ്റോണിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഒരു ഫിറ്റോണിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 55 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തരുന്ന ഫിറ്റോണിയ ഇതുപോലെ ജിഫി നട്ടിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. ചെറുപ്പത്തിൽ ഇതിൻ്റെ കളേഴ്സ് നല്ല വ്യത്യാസം ഉണ്ടാവും. വളർന്ന് വലുതാകുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള കളേഴ്സിലേക്ക് ഇത് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന ലേഡി ഷൂവിൻ്റെ യെല്ലോ കളേഴ്സ് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. യെല്ലോ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ജാസ്മിൻ വെറൈറ്റിയാണ്. ഇത് ക്രീപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. സാധാരണ മുല്ലകളെല്ലാം കുറ്റിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇത് വള്ളി വീശി കയറിപ്പോകും, എന്നിട്ട് ഫ്ലവേഴ്സ് തരും. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ തന്നെയാണ്. അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സ് ആയിരിക്കുമേ, കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് 120 രൂപയും. ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയേ ഉള്ളൂ. ഇതാണ് ചെറിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നേരത്തെ കാണിച്ചത് കുറ്റിച്ചെടിയായിട്ട് ഫ്ലവേഴ്സായി നിൽക്കുന്നതിനാണ്, വലിയ പ്ലാന്റിനാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. ഹോയയിലെ ഓസ്ട്രാലിസിസ് എന്നറിയപ്പെടുന്ന ഈ വെള്ള കളറിൽ പൂക്കൾ തരുന്ന ഈ ഒരു വെറൈറ്റി ഒത്തിരി ഡിമാൻഡുള്ളതാണ്. കാരണം എളുപ്പത്തിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓസ്ട്രാലിസിസ് എന്നറിയപ്പെടുന്ന ഈ ഹോയ വെറൈറ്റീസിൻ്റെ ഒരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയുള്ളൂ. നമുക്ക് 16ലധികം ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് കേട്ടോ. ഇതുപോലെ ഫ്ലവേഴ്സ് തരുന്ന ഈ ഒരു പ്ലാന്റ് മഴക്കാലത്തായിരിക്കും ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്നത് കേട്ടോ. കാണാൻ ഒത്തിരി ഭംഗിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്ന 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മെക്സിക്കൻ ഫ്ലെയിം വൈന് നമുക്ക് വള്ളി വീശി എവിടെ വേണമെങ്കിലും കയറ്റി വിടാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല രസമാണ് കാണാൻ. പൂക്കളെക്കാളും എനിക്കിഷ്ടം ഇതിൻ്റെ ഇലകൾ തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്ന പെൻസിൽ കാക്ടസിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസാണ്. മിനിയേച്ചറായിട്ടുള്ള പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പോൾ ഇതിൻ്റെ കാണാൻ നല്ല പോട്ട് ഫുള്ള് കവർ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കുഞ്ഞൻ തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഉള്ളൂ. ഇനി പെൻസിൽ കാക്ടസിൻ്റെ നോർമൽ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. ഈ കാണുന്ന സൈസിലുള്ള നോർമൽ വെറൈറ്റി 30 രൂപയ്ക്കായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ജിഫി നട്ടിട്ടുള്ള തൈ തന്നെ ആയിരിക്കും. നമ്മൾ ലേഡി ഷൂവിൻ്റെ 2 വെറൈറ്റി ഓൾറെഡി ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നോർമൽ വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ ടെക്കോമേൻ്റെ ഒത്തിരി വെറൈറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിലും ക്രീപ്പറായിട്ട് പോകുന്ന ടെക്കോമ അഥവാ ബോവർ വൈൻ്റെ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന വെരിഗേറ്റഡ് ഇലകൾ വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ തന്നെയാണ്. പിന്നെ അക്കീമെൻസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അക്കീമെൻസിൻ്റെ ഹൈബ്രിഡ് ആയിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പം മെയിനായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. മിക്കതിലും ഇപ്പോൾ ഫ്ലവേഴ്സായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഇനി ഇലച്ചെടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ചെറിയ തൈകളായിരിക്കും കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപ മാത്രമേ ഉള്ളൂ. അടുത്ത ക്രിപ്റ്റാന്തസ് എന്നറിയപ്പെടുന്ന വെറൈറ്റീസിൻ്റെ ചോക്ലേറ്റ് കളർ വരുന്ന ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇതുപോലെ ജിഫി നട്ടിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. അടുത്ത പീരിയാൻ്റെ ഒരു വെറൈറ്റിയാണ്. പീരിയാൻ്റെ നല്ലൊരു സിൽവർ കളറും ഒരു ഡാർക്ക് ഗ്രീൻ കളറിലേക്കും വരുന്ന ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ തന്നെയാണ്. നേരത്തെ നമ്മൾ ഡെയ്സികൾ ഒത്തിരി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു വയലറ്റ് ഡെയ്സി നമ്മൾ പരിചയപ്പെടുത്തിയില്ല. ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഡെയ്സി വെറൈറ്റീസ്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് കളേഴ്സിൽ പൂക്കൾ വരുന്ന വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫ് നല്ല റൗണ്ട് ആയിരിക്കും. ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. ഇതേ സൈസുള്ള പ്ലാന്റാണ്. ഇനി ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വൈറ്റും റെഡും വെരിഗേറ്റഡും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ട്വിസ്റ്റഡ് വെറൈറ്റി അടക്കമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഓഫർ റേറ്റ് ആയിട്ട് 45 രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ജിഫി ബാഗ് നട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ഡാമേജ് ആവുമോ പിടിക്കാണ്ടാവുമോ എന്നൊന്നും ടെൻഷൻ വേണ്ട. നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള തൈകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ലിപ്സ്റ്റിക് പ്ലാന്റിൽ തീ കത്തുന്ന പോലെ ഫ്ലവേഴ്സ് വരുന്ന നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഫയർ വർക്ക് എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഫയർ വർക്കിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈക്കും നമുക്ക് 45 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ 5 പ്ലാന്റ്സ് മിനിമം എടുക്കുന്നവർക്ക് നമ്മൾ വേറൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ആണ് കേട്ടോ, അൺലിമിറ്റഡ് അല്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ടത് താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് വഴിയാണ് കേട്ടോ.